എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10 ക്ലാസ്സസ് ചലഞ്ചിന്റെ 4ാമത്തെ പാർട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ പാർട്ടിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആണ് ഭൂതകാൽ. ഭൂതകാൽ എന്നാൽ പാസ്റ്റ് ടെൻസ്. കാൽ എന്ന് പറഞ്ഞാൽ സമയത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് പറയുന്നതാണ് ഭൂതകാലം. എന്നും നമ്മൾ പറയാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. എഴുന്നേറ്റു, ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, കുളിച്ചു, ചാടി, ഓടി, കളിച്ചു, എഴുതി, പാട്ടുപാടി, നൃത്തം ചെയ്തു, അല്ലെ? ഇതൊക്കെയെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. ഇതെല്ലാം ക്രിയകളാണ്. ഈ ക്രിയകളുടെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനൊപ്പം ഓരോ സർവനാമം വരുമ്പോഴും ക്രിയകൾക്ക് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്നും കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ക്രിയകളും അതിന്റെ പാസ്റ്റ് ടെൻസ് രൂപങ്ങളും പഠിക്കാം. വരുക. വരിക എന്നുള്ളതിന് ഹിന്ദിയിൽ ആന എന്നാണ് പറയുന്നത്. വരുക, ആന. ഇനി പാസ്റ്റ് ടെൻസിലോട്ടാക്കുമ്പോൾ വന്നു എന്നാവും. അപ്പൊ വന്നു എന്നുള്ളതിന് വിവിധ സർവനാമങ്ങളുടെ കൂടെ വ്യത്യസ്ത രൂപങ്ങളാണ് വരുന്നത്. ആയ, ആയി, ആയേ, ആയി, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ വിവിധ രൂപങ്ങള് ഏതൊക്കെ സർവനാമത്തിന്റെ കൂടെയാണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. പോകുക. പോകുക എന്നുള്ളതിന് ഹിന്ദിയിൽ ജാന എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ പാസ്റ്റ് ടെൻസ് രൂപം നോക്കാം. പോയി, ഗയ, ഗയി, ഗേ, ഗയീം. എഴുതുക, ലിഖ്ന. ഇനി എഴുതി എന്നുള്ളത് അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ്. ലിഖ, ലിഖി, ലിഖേ, ലിഖീം. വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക രണ്ടിനും ഒരു വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. പഠനം. വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് രൂപം നോക്കാം. വായിച്ചു അല്ലെങ്കിൽ പഠിച്ചു. പഠ, പഠി, പഠേ, പഠീ. അടുത്തത് നോക്കാം. ഉറങ്ങുക, സോന, ഉറങ്ങി, സോയ, സോയി, സോയേ, സോയീം. പാടുക, ഗാന, പാടി, ഗായ, ഗായി, ഗായേ, ഗായീം. കേൾക്കുക, സുന്ന, കേട്ടു, സുന, സുനി, സുനേ, സുനി. കാണുക, ദേഖന, കണ്ടു, ദേഖ, ദേഖി, ദേഖേ, ദേഖി. ആദ്യം നമുക്ക് ഞാൻ എന്ന സർവനാമം പ്രയോഗിച്ച് ക്രിയയ്ക്ക് വരുന്ന വ്യത്യാസം നോക്കാം. ഞാൻ വന്നു. ഞാൻ എന്നതിന് ഹിന്ദിയിൽ മേം എന്ന് പറയുന്നു. വരിക എന്നുള്ളതിന് ആന. വരിക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് വന്നു. അപ്പോ പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ മേ ആയ. സ്ത്രീലിംഗ ഏകവചനത്തിലാണെങ്കിൽ മേ ആയി. മേ പുല്ലിംഗാണെങ്കിൽ മേ ആയ. മേ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണെങ്കിൽ മേ ആയി, ഞാൻ വന്നു. അടുത്തത് നീ വന്നു. നീ എന്നുള്ളതും പുല്ലിംഗും ആവാം സ്ത്രീലിംഗും ആവാം. അതുകൂടാതെ നീ എന്ന വാക്ക് ഏകവചനത്തിലാണ്. അപ്പോ പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ തു ആയ. സ്ത്രീലിംഗ ഏകവചനത്തിലാണെങ്കിൽ തു ആയി. നിങ്ങൾ വന്നു. നിങ്ങൾ എന്നതിന് ഹിന്ദിയിൽ തും എന്നാണ് പറയുന്നത്. തും എന്ന വാക്ക് പ്ലൂറൽ ആണ്, ഒന്നിലധികമാണ്, ബഹുവചനത്തിലാണ്. അപ്പോ പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ തും ആയേ, തും ആയേ. ഇനി സ്ത്രീലിംഗ ബഹുവചനത്തിലാണെങ്കിലോ തും ആയി. തും എന്ന വാക്ക് സ്ത്രീലിംഗ ആണെങ്കിൽ തും ആയി. അവിടെ ആയി എന്ന വാക്കിനൊപ്പം മുകളിലൊരു കുത്തും കൂടി ഇടേണ്ടതാണ്, ആയി. അടുത്തത് താങ്കൾ വന്നു. താങ്കൾ എന്നതിന് ഹിന്ദിയിൽ ആപ് എന്നാണ് പറയുന്നത്. ആപ് എന്ന വാക്ക് ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ ആദർ സൂചക് എന്ന് കൊടുത്തിരിക്കുന്നത്. ആദർ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്, ബഹുമാനം എന്നാണ് അർത്ഥം. അപ്പൊ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുമ്പോൾ ബഹുവചനത്തിന്റെ നിയമമാണ് ഫോളോ ചെയ്യുന്നത്. താങ്കൾ വന്നു, ആപ് ആയേ. ആപ് എന്ന് പറയുന്നത് പുല്ലിംഗാണെങ്കിൽ ആപ് ആയേ. ആപ് എന്ന് പറയുന്നത് സ്ത്രീലിംഗാണെങ്കിൽ ആപ് ആയി. അടുത്ത നമുക്ക് നോക്കാം. അവൻ വന്നു, ഇവൻ വന്നു. അവൻ എന്നുള്ളതിന് ദൂരെ ഉള്ള ആളെ സൂചിപ്പിക്കുന്നു. ഇവൻ എന്നത് അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്നു. അവൻ എന്നതിന് ഹിന്ദിയിൽ വോ എന്ന് പറയുന്നെങ്കിൽ ഇവൻ എന്നുള്ളതിന് യ. ഇനി ഇത് രണ്ടും പുല്ലിംഗ ഏകവചനത്തിലാണ്. അപ്പോ ആയ എന്നുള്ളതാണ് പ്രയോഗിക്കേണ്ടത്. അവൻ വന്നു, വോ ആയ. ഇവൻ വന്നു, യ ആയ. ഇനി അവൾ വന്നു, ഇവൾ വന്നു. രണ്ടും സ്ത്രീലിംഗ ഏകവചനത്തിലാണ്. അവൾ വന്നു, വോ ആയി. ഇവൾ വന്നു, യെ ആയി. അടുത്തത് അവർ വന്നു. അവൾ അല്ലെങ്കിൽ അവന്റെ പ്ലൂറൽ ആണ് അവർ. അപ്പൊ അത് പുല്ലിംഗം ആവാം സ്ത്രീലിംഗം ആവാം, പക്ഷെ രണ്ടും ബഹുവചനത്തിലാണ്.
അപ്പൊ പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ വേ ആയേ. ഇനി അവർ വന്നു എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനത്തിലാണെങ്കിൽ വേ ആയി. ആയി എന്നുള്ളതിന്റെ കൂടെ കുത്തിടുക. ഇനി ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആയി എന്ന് എഴുതിയിരിക്കുന്നതിൽ ചിലയിടത്ത് യാ എന്നുള്ള ലെറ്ററും ചിലയിടത്ത് ഈ എന്ന സ്വരാക്ഷരവും എഴുതിയിട്ടുണ്ട്. രണ്ടും കറക്റ്റ് ആണ്, ഒരു തെറ്റുമില്ല. രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. അടുത്തത് ഇവർ വന്നു. ഇവർ എന്നുള്ളത് യഹിന്റെ പ്ലൂറൽ ആണ്. അപ്പോ യേ. ഇനി ഇവർ വന്നു എന്നുള്ളത് പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ യേ ആയേ. ഇവർ വന്നു. ഇനി യേ എന്ന വാക്ക് സ്ത്രീലിംഗ ബഹുവചനത്തിലാണെങ്കിൽ യേ ആയി. ഇവർ വന്നു. യേ ആയി. അടുത്തത് സർവനാമിന് പകരം ആൺകുട്ടി എന്നുള്ള വാക്കാണെങ്കിൽ ആൺകുട്ടി എന്നതിന് ഹിന്ദിയിൽ ലഡ്ക എന്നാണ് പറയുന്നത്. ലഡ്ക എന്നുള്ള വാക്ക് പുല്ലിംഗ ഏകവചനത്തിലാണ്. അപ്പോൾ ആയ എന്നുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ലഡ്ക ആയ, ആൺകുട്ടി വന്നു. ലഡ്ക ആയ. ഇനി പെൺകുട്ടി വന്നു. പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗാവും. സ്ത്രീലിംഗ ഏകവചനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതാം? പെൺകുട്ടി വന്നു. ലഡ്കി ആയി. അച്ഛൻ വന്നു. അച്ഛൻ എന്ന വാക്ക് പുല്ലിംഗ ഏകവചനമാണ്. അതിനൊപ്പം അത് ബഹുമാന സൂചകമാണ്. അപ്പൊ ആദർ സൂചകമാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? പിതാജി ആയേ. പിതാജി ആയേ. അടുത്തത് അമ്മ വന്നു. അമ്മ എന്നുള്ളതിന് മാ. അമ്മ എന്നുള്ള വാക്ക് സ്ത്രീലിംഗ ഏകവചനത്തിലാണ്. അതിനൊപ്പം അത് ബഹുമാന സൂചകവും കൂടിയാണ്. അപ്പോ മാ ആയി. മാ ആയി. അമ്മ വന്നു. അടുത്തത് ഡോക്ടർ വന്നു. ഡോക്ടർ എന്നതിന് ഹിന്ദിയിൽ ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സക് എന്ന് പറയാവുന്നതാണ്. അപ്പോ ഡോക്ടർ വന്നു എന്നെങ്ങനെ പറയാം? ഡോക്ടർ എന്ന വാക്ക് പുല്ലിംഗിലും വരാം സ്ത്രീലിംഗിലും വരാം. പക്ഷേ ബഹുമാന സൂചകമാണ് അല്ലെ? ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാണ് ഡോക്ടർ. അപ്പോ ബഹുവചന റൂളാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഡോക്ടർ എന്നുള്ളത് പുല്ലിംഗ ഏകവചനമാണെങ്കിലും ബഹുമാന സൂചകമായിട്ട് ആയേ എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഡോക്ടർ ആയേ. ഇനി സ്ത്രീലിംഗ ഏകവചനത്തിലാണെങ്കിൽ ബഹുമാന സൂചകമായിട്ട് ആയീം. ഡോക്ടർ ആയീം എന്ന് പ്രയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. രാജീവ് വന്നു. ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പൊ രാജീവ് എന്നുള്ളത് പുല്ലിംഗാണ്, അതുപോലെ ഏകവചനമാണ്. അപ്പോ രാജീവ് ആയ. രമ വന്നു. രമ എന്നുള്ളത് സ്ത്രീലിംഗാണ്, ഏകവചനത്തിലാണ്. അപ്പോ രമ ആയി. രാജീവും യദുവും വന്നു. അതായത് രണ്ട് പുല്ലിംഗാണ് ഇവിടെ വരുന്നത്. അപ്പൊ എങ്ങനെ വരാം? രണ്ട് പുല്ലിംഗാവുമ്പോ പുല്ലിംഗ ബഹുവചനത്തിലാവും. അപ്പൊ രാജീവ് ഓർ യദു ആയേ. രാജീവ് ഓർ യദു ആയേ. രാജീവും യദുവും വന്നു. അടുത്ത നോക്കാം. രമയും ആരതിയും വന്നു. രമയും ആരതിയും വന്നു. രമ ആരതി രണ്ടും സ്ത്രീലിംഗാണ്. സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ നിയമമാണ് ഇവിടെ നോക്കേണ്ടത്. രമ ഓർ ആരതി ആയി. രമ ഓർ ആരതി ആയി. രേണുവും അജയും വന്നു. ഇവിടെ രേണു എന്നുള്ളത് സ്ത്രീലിംഗവും അജയ് എന്നുള്ളത് പുല്ലിംഗവുമാണ്. അപ്പൊ ഒരു പുല്ലിംഗും ഒരു സ്ത്രീലിംഗം വരുവാണെങ്കിലും പുല്ലിംഗിന്റെ നിയമമാണ് നോക്കേണ്ടത്. പുല്ലിംഗ ബഹുവചനത്തിന്റെ നിയമം. അതായത് രേണു ഓർ അജയ് ആയേ. രേണുവും അജയും വന്നു. രേണു ഓർ അജയ് ആയേ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഞാൻ വന്നു, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാ നോക്കാം. ഇവിടെയും സർവനാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രിയയുടെ എൻഡിങ്ങിൽ വ്യത്യാസം വരുന്നത്. ഞാൻ വന്നു നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മേ ആയ. മേ പുല്ലിംഗാണെങ്കിൽ മേ ആയ. മേ സ്ത്രീലിംഗാണെങ്കിൽ മേ ആയി. ഞാൻ വന്നിട്ടുണ്ട്. ഈ സെയിം വാക്യത്തിന്റെ കൂടെ നമ്മൾ ഏത് സർവനാമമാണോ ആ സർവനാമത്തിനൊപ്പം നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ആ എൻഡിങ് വേർഡ്, അതായത് മേം വരുമ്പോൾ ഹും വരണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ വഹ് വരുമ്പോൾ ഹേ വരണം, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ വാക്കാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മേ ആയാഹു. മേ സ്ത്രീലിംഗ് ആണെങ്കിൽ മേ ആയിഹു. അടുത്തത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വാസ് യൂസ് ചെയ്യുന്ന പോലെ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത് ധ, ധേ, ധീ, ധീം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഏകവചനത്തിലായതുകൊണ്ട് മേ ആയാധ. മേ സ്ത്രീലിംഗ് ആണെങ്കിൽ മേ ആയി ധീ. ഞാൻ വന്നിട്ടുണ്ടായിരിക്കും. ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ സംശയമാണ്. അപ്പോ അവിടെ നമ്മൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഹൂങ്ക, മേമിന്റെ കൂടെ ഹൂങ്ക, വഹിന്റെ കൂടെ ഹോഗ, ഹമ്മിന്റെ കൂടെ ഹോങ്കെ അങ്ങനെ പഠിച്ചിട്ടില്ലേ? അതാണ് ഇവിടെ എൻഡിങ്ങിൽ വരേണ്ടത്. ഞാൻ വന്നിട്ടുണ്ടായിരിക്കും മേ ആയ ഹൂങ്ക. മേം എന്നുള്ള സ്ത്രീലിംഗ് ആണെങ്കിൽ മേ ആയി ഹൂങ്കി.
ഒന്നുകൂടി നോക്കാം. ഞാൻ വന്നു, മേ ആയ, മേ ആയി. ഞാൻ വന്നിട്ടുണ്ട്, മേ ആയാ ഹൂ, മേ ആയി ഹൂ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, മേ ആയാ ഥാ, മേ ആയി ധി. ഞാൻ വന്നിട്ടുണ്ടായിരിക്കും, മേ ആയാ ഹൂങ്ക, മേ ആയി ഹൂങ്കി. ഈ വീഡിയോ നിങ്ങൾ പ്രസന്റ് ടെൻസിന്റെ വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് പഠിച്ച് നല്ലപോലെ പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അവൻ വന്നു, അവൻ എന്നുള്ളതിന് വോ. ഇനി വന്നു എന്നുള്ളതിന് ആയ, ആയി, ആയേ, ആയി അല്ലെ. അപ്പൊ ഇവിടെ അവൻ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ട് ആയ എന്ന വാക്കാണ് പ്രയോഗിക്കേണ്ടത്. വോ ആയ, അവൻ വന്നു, വോ ആയ. അവൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വഹിന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഹേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ അവൻ വന്നിട്ടുണ്ട്, വോ ആയ ഹേ. ഇനി അവൻ വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ധാ, ധീ, ധേ, ധീ. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഉപയോഗിക്കണം. അപ്പോ അവൻ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ട് ധ ആണ് യൂസ് ചെയ്യേണ്ടത്. അവൻ വന്നിട്ടുണ്ടായിരുന്നു, വോ ആയാധ. അവൻ വന്നിട്ടുണ്ടായിരുന്നു, വോ ആയാധ. അടുത്തത് അവൻ വന്നിട്ടുണ്ടായിരിക്കും. ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ അവൻ എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ സംശയത്തിന്റെ കൂടെ എന്താ യൂസ് ചെയ്യുന്നത്? ഹോഗ. അപ്പോ അവൻ വന്നിട്ടുണ്ടായിരിക്കും, വോ ആയ ഹോഗ. അവൻ വന്നിട്ടുണ്ടായിരിക്കും, വോ ആയ ഹോഗ. അടുത്തത് അവൾ വന്നു. ഇവിടെ ആ വാക്കുകളെല്ലാം സ്ത്രീലിംഗിലേക്ക് മാറ്റണം. ഓക്കെ. അവൾ വന്നു, വോ ആയി. അവൾ വന്നിട്ടുണ്ട്, വോ ആയി ഹേ. അവൾ വന്നിട്ടുണ്ട്, വോ ആയി ഹേ. അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ധ എന്നുള്ളത് ഇവിടെ ധി എന്നായി മാറണം. അവൾ വന്നിട്ടുണ്ടായിരുന്നു, വോ ആയി ധി. ഇനി അവൾ വന്നിട്ടുണ്ടായിരിക്കും, വോ ആയി ഹോഗി. ഹോഗ എന്നുള്ളത് ഇവിടെ ഹോഗിയായി മാറും. വോ ആയി ഹോഗി. അടുത്ത നമുക്ക് ബഹുവചനത്തിൽ എങ്ങനെയാന്ന് നോക്കാം. അവൻ അല്ലെങ്കിൽ അവൾ ഈ വാക്കിന്റെ പ്ലൂറൽ ആണ്, ബഹുവചന രൂപമാണ് അവർ. അവർ വന്നു, അത് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയേ. അവർ വന്നു എന്നത് സ്ത്രീലിംഗ ബഹുവചനത്തിലാണെങ്കിൽ വേ ആയി. ഇനി അവർ വന്നിട്ടുണ്ട്, അപ്പൊ ഇവിടെ ബഹുവചനമായതുകൊണ്ട് ഹേയുടെ കൂടെ കുത്തുവരും. വേ ആയേ ഹേ. ഇനി സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയി ഹേ. ഓക്കെ, ഹേക്ക് കുത്തുവരാം. അടുത്തത് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ധ, ധേ, ധീ, ധീം. ഇവിടെ ധേ അതുകൂടാതെ ധീം, ധീയുടെ കൂടെ കുത്തിടുക. ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പോ വേ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയി ധേ. വേ എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയി ധീം, ധീയുടെ കൂടെ കുത്തിടുക. അപ്പോ അവർ വന്നിട്ടുണ്ടായിരുന്നു, വേ പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയേ ധേ. സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയി ധീം. അവർ വന്നിട്ടുണ്ടായിരിക്കും ബഹുവചനത്തിലാവുമ്പോ ഹോങ്കെ അല്ലെങ്കിൽ ഹോങ്കി എന്നാണ് ചേർക്കുന്നത്. അപ്പോ അവർ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയേ ഹോങ്കെ. സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ വേ ആയി ഹോങ്കി. അടുത്തത് ഞങ്ങൾ എന്ന സർവനാമം പ്രയോഗിക്കുമ്പോൾ ക്രിയയ്ക്ക് വരുന്ന വ്യത്യാസം എന്താന്ന് നോക്കാം. ഞങ്ങൾ എന്നതിന് ഹിന്ദിയിൽ ഹം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹം എന്ന വാക്ക് ബഹുവചനത്തിലാണ്, ഒന്നിലധികത്തെ സൂചിപ്പിക്കുന്നു. അപ്പോ ഹം എന്ന വാക്ക് പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ ഞങ്ങൾ വന്നു എന്നെങ്ങനെ പറയാം? ഹം ആയേ. ഇനി ഹം എന്നത് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയി. അടുത്ത ഞങ്ങൾ വന്നിട്ടുണ്ട്. പ്രസന്റ് ടെൻസിൽ ഹമ്മിന്റെ കൂടെ നമ്മൾ ഹേ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഹേയുടെ കൂടെ കുത്തിടും. അപ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയേ ഹേ. ഇനി സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയി ഹേ. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ധ, ധേ, ധീ, ധീം ഇത്രയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ബഹുവചനത്തിന്റെ കൂടെ ആയതുകൊണ്ട് ധേ അല്ലെങ്കിൽ ധീം. പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയേ ധേ. ഹം എന്നുള്ള സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയി ധീ. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഹം പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയേ ധേ. ഹം എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയി ധീം. ഞങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ എന്നുള്ളതിന്റെ കൂടെ പ്രസന്റ് ടെൻസിൽ സംശയം പറയുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? ഹോങ്കെ അല്ലെങ്കിൽ ഹോങ്കിയാണ് ചേർക്കേണ്ടത്. അപ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും എന്നെങ്ങനെ പറയാം? ഹം എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമാകുമ്പോ ഹം ആയേ ഹോങ്കെ. ഹം ആയേ ഹോങ്കെ. ഹം എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഹം ആയി ഹോങ്കി.
ഹം ആയി ഹോങ്കി, ഞങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അടുത്തത് താങ്കൾ എന്ന വാക്ക് വരുമ്പോൾ എന്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത് നോക്കാം. താങ്കൾ എന്നതിന് ഹിന്ദിയിൽ ആപ് എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ ആപ് എന്ന വാക്ക് പുല്ലിംഗാണെങ്കിൽ താങ്കൾ വന്നു, ആപ് ആയേ. ആപ് എന്ന വാക്ക് സ്ത്രീലിംഗാണെങ്കിൽ ആപ് ആയി. താങ്കൾ വന്നിട്ടുണ്ട്, അപ്പൊ ആപ്പിന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഹേ ആണ് ചേർക്കുന്നത്. ഹേയുടെ കൂടെ കുത്തിടണം. ആപ് ആയേ ഹേ, താങ്കൾ വന്നിട്ടുണ്ട്. ഇനി സ്ത്രീലിംഗാണെങ്കിൽ ആപ് ആയി ഹേ. താങ്കൾ വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ധേ ആണ് യൂസ് ചെയ്യേണ്ടത്. ധേ അല്ലെങ്കിൽ ധി. ആപ് ആയേ ധേ, താങ്കൾ വന്നിട്ടുണ്ടായിരുന്നു. ആപ് ആയേ ധേ. സ്ത്രീലിംഗാണെങ്കിൽ ആപ് ആയി ധീ. താങ്കൾ വന്നിട്ടുണ്ടായിരിക്കും, ആപ്പിന്റെ കൂടെ ഹോങ്കെ അല്ലെങ്കിൽ ഹോങ്കി ആണ് ചേർക്കേണ്ടത്. ആപ് ആയേ ഹോങ്കെ. സ്ത്രീലിംഗാണെങ്കിൽ ആപ് ആയി ഹോങ്കി. അടുത്ത നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവൻ ഇന്നലെ പോയി. അവൻ ഇന്നലെ പോയി. അവൻ എന്നുള്ളതിന് ഹിന്ദിയിൽ വോ. ഇന്നലെ എന്നുള്ളതിന് കൽ. പോകുക എന്നുള്ളതിന് ജാന. പക്ഷെ പാസ്റ്റ് ടെൻസിലോട്ട് ആക്കുമ്പോൾ ഗയ, ഗയേ, ഗയി, ഗെയിം. ഈ 4 കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ അവൻ എന്നുള്ളത് പുല്ലിംഗ ഏകവചനം ആയതുകൊണ്ട് ഗയാണ് യൂസ് ചെയ്യേണ്ടത്. അവൻ ഇന്നലെ പോയി. വോ കൽ ഗയ. അച്ഛൻ ഉറങ്ങി. അച്ഛൻ പിതാജി. ഉറങ്ങ എന്നുള്ളതിന് സോന. ഇനി ഉറങ്ങി എന്നാവുമ്പോ സോയ, സോയേ, സോയി, സോയീം. ഇനി അച്ഛൻ എന്നുള്ള വാക്ക് പുല്ലിംഗാണ്, ഏകവചനമാണ്, പക്ഷേ ആദർ സൂചകാണ്. അതുകൊണ്ട് സോയെ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ പിതാജി സോയെ, അച്ഛൻ ഉറങ്ങി, പിതാജി സോയെ. അടുത്തത് കള്ളൻ ഓടി. കള്ളൻ എന്നുള്ളതിന് ഹിന്ദിയിൽ ചോർ എന്നാണ് പറയുന്നത്. ഓടുക എന്നുള്ളതിന് ദൗഡന. ഇനി ഓടുക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ദൗഡ, ദൗഡി, ദൗഡേ, ദൗഡീം അല്ലെ. അപ്പോ ചോർ എന്നുള്ളത് പുല്ലിംഗ ഏകവചനം ആയതുകൊണ്ട് ചോർ ദൗഡ, കള്ളനോടി, ചോർ ദൗഡ. ഇനി അടുത്തത് നോക്കാം. 5 വർഷം മുമ്പ് ഞാൻ ദില്ലിയിൽ പോയിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഞാൻ ദില്ലിയിൽ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ന സർവനാമമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ മേ. 5 വർഷം മുമ്പ്, 5 എന്നുള്ളതിന് 5, വർഷം സാൽ അല്ലെങ്കിൽ വർഷം എന്നും കൊടുക്കാം. 5 വർഷം മുമ്പ്, മുമ്പ് എന്നുള്ളതിന് പെഹലെ. 5 വർഷം മുമ്പ് 5 സാൽ പെഹലെ. ഞാൻ ദില്ലിയിൽ പോയിട്ടുണ്ട്, ഞാൻ എന്നുള്ളതിന് മേ. അപ്പൊ ഇവിടെ പോകുക എന്നുള്ളതാണ് വെർബ്. പോകുക എന്നുള്ളതിന് ഹിന്ദിയിൽ ജാന എന്നാണ് പറയുന്നത്. ഇനി ജാനയുടെ പാസ്റ്റ് ടെൻസ് ഫോംസ് ഏതൊക്കെയാണ്? ഗയ, ഗയേ, ഗയി, ഗയീം. ഇനി മേം എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ ഗയയാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൂടാതെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ മേമിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഹുമാണ്. അപ്പോ 5 സാൽ പഹലെ മേ ദില്ലി ഗയാഹു. പുല്ലിംഗ ഏകവചനത്തിലാവുമ്പോ 5 സാൽ പഹലെ മേ ദില്ലി ഗയാഹു. ഇനി സ്ത്രീലിംഗ ആണെങ്കിൽ 5 സാൽ പഹലെ മേ ദില്ലി ഗയിഹു. 5 സാൽ പഹലെ മേ ദില്ലി ഗയിഹു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് അകർമ്മ ക്രിയകൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സകർമ്മ ക്രിയ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതെന്നാണ്. ഇത് രണ്ടും കൂടി ഒരൊറ്റ വീഡിയോ ആയി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.